സ്വന്തം ജീവൻ പോലും കൊടുത്ത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച നീർജ ഓർമ്മകളിൽ ഇന്നും അവൾ ജീവിക്കുന്നു. അപാര ധൈര്യമായിരുന്നു ആ 22-കാരിക്ക്. സ്ത്രീകൾ ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ധീരമായ പ്രവൃത്തി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് പറയുക ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അത്രത്തോളം സൂപ്പർ വിമൺ നമുക്ക് മുന്നിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ധീരയായ വനിത ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ലാതെ പറയാം, അത് നീരജ ബാനോട്ടാണെന്ന്. തീവ്രവാദികളിൽ നിന്നും യാത്രക്കാരെ രക്ഷിച്ച ധീര വനിതയാണ് നീരജ ബാനോട്ട് എന്ന മുംബൈ സ്വദേശിനി. 359 യാത്രക്കാരുമായി 1986 സെപ്റ്റംബർ 5 പാൻ AM ഫ്ലൈറ്റ് 73 പറന്നുയരുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതൊരു അപകടത്തിലേക്കുള്ള യാത്ര കൂടിയാണെന്ന്. മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോകുന്നതിനിടെ കറാച്ചിയിലെ ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ പറന്നിറങ്ങിയതായിരുന്നു ആ വിമാനം. അന്ന് വിമാനത്തിലെ ക്രൂവിലുണ്ടായിരുന്ന സീനിയർ ഉദ്യോഗസ്ഥയായിരുന്നു നീർജ. തീവ്രവാദികൾ വിമാനം റാഞ്ചിയെന്ന് അറിഞ്ഞതോടെ നീർജ കോക്പിറ്റിന് അലേർട്ട് നൽകി. പക്ഷേ 3 അമേരിക്കൻ കോക്പിറ്റ് പൈലറ്റുകളും സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ഉടൻ തന്നെ വിമാനത്തിലെ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ശേഖരിച്ച് കൈമാറാൻ തീവ്രവാദികളിൽ നിന്നും നീർജയ്ക്ക് നിർദ്ദേശം ലഭിക്കുകയായി. എന്നാൽ മാത്രമേ അവർക്ക് അമേരിക്കക്കാരെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അബൂനിദാൽ എന്ന തീവ്രവാദ സംഘടനയായിരുന്നു വിമാനം റാഞ്ചിയതിന് പിന്നിൽ. പക്ഷേ നീർജയും സഹായികളും 41 അമേരിക്കക്കാരുടെയും പാസ്പോർട്ടുകൾ സീറ്റിനടിയിലും മറ്റും ഒളിപ്പിച്ചു വെച്ചു. ഏതാണ്ട് 17 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തീവ്രവാദികൾ തോക്കുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പുറത്തെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ നീർജ യാത്രക്കാരെ പുറത്തു കടക്കാൻ സഹായിക്കുകയും ചെയ്തു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനിടയിൽ വെടിയുണ്ടകൾക്ക് മുന്നിൽ കീഴടങ്ങി ആ 22-കാരി മരണമടഞ്ഞു. 23 വയസ്സ് തികയുന്നതിന് 2 ദിവസം മുമ്പായിരുന്നു നീർജയുടെ മരണം. മനുഷ്യത്വപരമായ സമീപനത്തിനും തൊഴിലിനോടും സഹജീവികളോടുമുള്ള സമർപ്പണവും അനുകമ്പയും കണക്കിലെടുത്ത് രാജ്യം നീർജയ്ക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ അശോക് ചക്ര സമ്മാനിച്ചു. അശോക് ചക്ര ലഭിക്കുന്ന ഏക വനിതയും നീർജ തന്നെയാണ്. 2004 ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് നീരജയോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കി. ഇതിനു പുറമെ അമേരിക്കയുടെ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ്, സ്പെയിൻ കറേജ് അവാർഡ്, ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നീരജയെ തേടിയെത്തിയിരുന്നു. നീരജ എന്ന ആ ധീര വനിത ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഓർക്കാം, ഒരു എഞ്ചിനീയറോ ഡോക്ടറോ സയന്റിസ്റ്റോ ഒക്കെ ആകുവാൻ ആർക്കും സാധിക്കും. പക്ഷേ നീരജയെ പോലെ പച്ചയായ മനുഷ്യനാകുവാൻ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കൂ.